പത്തനംതിട്ട പെരുന്നാട് മഠത്തുംമൂഴിയിൽ CITU പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിന് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്ന് CPM. പെരുന്നാട് സ്വദേശി ജിതിനാണ് മരിച്ചത്. കേസിൽ 3 പ്രതികളുടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജിതിനെ കൊലപ്പെടുത്തിയത് BJP പ്രവർത്തകൻ വിഷ്ണുവാണെന്ന് ദൃക്സാക്ഷി മൊഴി കൊടുത്തു. CPIM ജില്ലാ സെക്രട്ടറി കൊലപാതകം BJPയുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP ആരോപിച്ചു. DYFI പ്രവർത്തകരായിട്ടുള്ള മരിച്ച ജിതിനടക്കമുള്ള ആളുകൾ അവരുമായി BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആഴത്തിലുള്ള മുറിവാണ്. ഇതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ മരിച്ചതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. CPMന് ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാം സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മകളിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സംഭവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു പാർട്ടി പ്രവർത്തകനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. വെറുതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുകളിൽ ഇത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ്. നന്ദുഷ കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ. നന്ദുഷ, ഈ ദൃക്സാക്ഷിയുടെ മൊഴിയിൽ പറയുന്നത് എന്താണ്? നിഷാദ്, ഇന്നലെ രാത്രി 10 മണിക്ക് ജിതിന് കുത്തേറ്റ സമയം ഒപ്പമുണ്ടായിരുന്ന വിഷ്ണു എന്ന ചെറുപ്പക്കാരന്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മൊഴിപ്രകാരമാണ് 8 പ്രതികളെ പോലീസ് തിരിച്ചറിയുകയും അതിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അതായത് ഈ പറയുന്ന റാന്നി പെരുന്നാട് പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ 2 സംഘ യുവാക്കൾ തമ്മിൽ ലോഡിങ്ങിനെ ചൊല്ലിയുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് നിരന്തരം വാക്കേറ്റവും തർക്കങ്ങളും വഴക്കും ഒക്കെ ഉണ്ടായി വരികയായിരുന്നു. ഇതിനിടയിലാണ് അനന്തു എന്ന യുവാവിനെ ഒരു സംഘം യുവാക്കൾ ഇന്നലെ രാത്രി മർദ്ദിക്കാനായി എത്തുന്നത്. അത് ആ അനന്തുവിനെ രക്ഷിക്കാനായി, അല്ലെങ്കിൽ അനന്തുവിന് ആക്രമം തടയുന്നതിനായി എത്തിയ ആളാണ് ജിതിനും വിഷ്ണുവും ഒക്കെ. അപ്പോൾ ജിതിൻ ഈ സ്ഥലത്തേക്ക് എത്തി കാറിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഈ ആക്രമി സംഘം 2 പേർ ചേർന്ന് ജിതിന്റെ കൈകൾ രണ്ടും ചേർത്ത് പിടിക്കുകയും വിഷ്ണു എന്ന ആക്രമി സംഘത്തിൽ ഉൾപ്പെട്ട വിഷ്ണു എന്നയാൾ ജിതിനെ കുത്തി വീഴ്ത്തുകയും വെട്ടുകയുമായിരുന്നു എന്നാണ് ജിതിനോടൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണു എന്ന യുവാവ് പോലീസിന് നൽകിയ മൊഴി. ഈ വിഷ്ണുവിനും പരിക്കേറ്റിരുന്നു. വിഷ്ണുവിനെ ഇന്നലെ രാത്രി പത്തനംതിട്ട നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഉണ്ടായി. ഇന്നലെ രാത്രി വിഷ്ണുവിനെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് രാജു എബ്രഹാം, പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു എബ്രഹാം, ഇത് BJP പ്രവർത്തകരുടെ ഗൂഢാലോചനയാണ്, നിരന്തരം അക്രമ സംഭവങ്ങൾ ഈ മേഖലയിൽ അവർ ആവർത്തിക്കുകയാണ്, അവർ തന്നെയാണ് ജിതിനെ കൊലപ്പെടുത്തിയത് എന്ന ഒരു വ്യക്തമായിട്ടുള്ള ആരോപണം BJPക്കെതിരെ ഉന്നയിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഈ ആരോപണത്തെ തള്ളിക്കൊണ്ട് BJP ജില്ലാ പ്രസിഡന്റ് രംഗത്തെത്തുകയുണ്ടായി. അതായത് ഈ കൊല്ലപ്പെടുത്തിയ അല്ലെങ്കിൽ ആക്രമണ സംഘത്തിൽ ഉൾപ്പെട്ട ഇതിനെ കൊന്ന പ്രതിപട്ടിയെ ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഒരാൾ പോലും. നന്ദുഷ, ബിൽഡിങ്ങിനകത്താണെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എനിക്ക് കുറച്ചുകൂടി ക്ലിയർ ആയി കേൾക്കാമായിരുന്നു. ഞാനൊന്ന് ശ്രീ രാജു എബ്രഹാം, CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ രാജു എബ്രഹാം, ഇത് BJP പ്രവർത്തകർ ചെയ്തതാണ് എന്ന് നിങ്ങളുടെ ആരോപണം ഉത്തരവാദിത്വത്തോടെ ഉന്നയിക്കുന്നതാണോ? തീർച്ചയായിട്ടും പ്രതികൾ BJP പ്രവർത്തകരാണ്. കഴിഞ്ഞ വർഷം അവിടെ ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നും ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. അതോടൊപ്പം തന്നെ 1-2 ദിവസങ്ങളായി അവിടെ പ്രദേശത്ത് 1-2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നത്തെ തുടർന്നാണ് ഇന്നലെ അനന്തു എന്ന ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നത്. അത് അറിഞ്ഞാണ് അവിടെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ ചെന്നത്. അവരെയും മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതറിഞ്ഞാണ് ചുമട്ടുതൊഴിലാളി മെമ്പറും DYFI പ്രവർത്തകൻ ജിതിൻ അവിടെ എത്തുന്നത്. അവിടെ കയ്യിൽ കരുതിയിരുന്ന അവരുടെ വാഹനത്തിൽ ആയുധം കരുതിയിരുന്നു. ആയുധം വാഹനത്തിൽ നിന്ന് എടുത്തിട്ടാണ് ജിതിനെ വെട്ടുകയും കുത്തുകയും ചെയ്തത്. അതെല്ലാം CCTV ദൃശ്യങ്ങളിൽ കാണാവുന്നതുമാണ്. രാജു എബ്രഹാം, പോലീസിനോട് സംസാരിച്ചിരുന്നോ? ഇത് ആസൂത്രിതമായ രാഷ്ട്രീയ വൈരാഗ്യം മുൻനിർത്തിയുള്ള കൊലപാതകമാണ് എന്ന് പോലീസ് പറയുന്നുണ്ടോ? പോലീസിനോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഇത് മരിച്ചത് CPM പ്രവർത്തകനാണല്ലോ, വെട്ടിയത് RSSകാരുമാണ്. അപ്പൊ സ്വാഭാവികമായും ആ വിരോധം, രാഷ്ട്രീയ വിരോധം ഇല്ലെങ്കിൽ ഇത്തരം ഒരു ഹീനമായ പ്രവൃത്തി ചെയ്യാൻ അവർക്ക് എങ്ങനെ കഴിയും?
അല്ല, പോലീസിന്റെ FIS അത് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണല്ലോ. അപ്പോൾ ഇതൊരു ഒരു സ്ഥലത്തുണ്ടായ സാധാരണ സംഘർഷം, അതിന്റെ ഭാഗമായിട്ടുള്ള പെട്ടെന്നുണ്ടായ പ്രൊവോക്കേഷൻ, അങ്ങനെയാണോ പോലീസ് ഇതിനെ കാണുന്നത്? അതോ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, വടിവാളുകളുമായി വണ്ടിയിൽ വന്നു, ആസൂത്രിതമായിരുന്നു, കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു, ആ നിലയ്ക്ക് ഇതിനെ ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആസൂത്രിതമായി ചെയ്ത സംഗതി എന്ന് പോലീസ് അങ്ങനെ എഴുതുമെന്ന് ചോദിക്കുക ഞാൻ. പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം CCTV ദൃശ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിന് വളരെ കൃത്യമായിട്ട് സംഭവത്തെ സംബന്ധിച്ചും ഇതിന് മുമ്പിൽ നടന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ധാരണയുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, താങ്ക് യു രാജു എബ്രഹാം. നന്ദുഷ എന്നോടൊപ്പം തുടരുന്നു. നന്ദുഷ, ഇത് ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നുണ്ടോ? ഇഷാദ്, അതായത് ഒരു പെട്ടെന്നുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ നടന്ന കൊലപാതകമാണെന്ന് പ്രഥമ ദൃഷ്ടിയായി FIR പരിശോധിക്കുമ്പോഴും ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് പറയാനാകില്ല. കാരണം ഒരു അടിപിടി ഉണ്ടാകുകയും അവിടേക്ക് ആ അടിപിടി പരിഹരിക്കാൻ എത്തുന്ന ആളിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ കുറ്റകൃത്യങ്ങളിൽ സ്വാഭാവികം ഉണ്ടാവുന്ന കാര്യമായിരിക്കും. പക്ഷെ വടിവാളും അതോടൊപ്പം കത്തിയും ഒക്കെ ഉപയോഗിച്ച് ഒരാളെ പിടിച്ചു നിർത്തി കുത്തി വീഴ്ത്താനും വെട്ടാനും ഒക്കെ ആസൂത്രിതമായി സംഘടിതമായി പ്ലാൻ ചെയ്തൊരു സംഘം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ മേലുള്ള കൊലപാതകമായി പ്രഥമദൃഷ്ടിയാൽ FIR പരിശോധിക്കുമ്പോഴും ഈ നടന്ന സംഭവം പരിശോധിക്കുമ്പോഴും നമുക്ക് പറയാനാകില്ല. ഈ പ്രദേശത്താകെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുവാക്കൾ ഇരു സംഘങ്ങളായി തന്നെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ചേരിതിരിവിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ജിതിനെ കൊലപ്പെടുത്തിയ വിഷ്ണു എന്ന ആൾ BJPയുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്ന് CPM നേതൃത്വം ഉറച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്, ഉറച്ച് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വിഷ്ണു നിരവധി ഘട്ടങ്ങളിൽ BJP നേതാക്കളുമായും അല്ലെങ്കിൽ BJPയുടെ പൊതുപരിപാടികളും പങ്കെടുത്തതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള രേഖകൾ സഹിതമാണ് CPM ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കുറ്റവാളിയായ ആൾ, പ്രതിയായി പിടിക്കപ്പെട്ട ആൾ BJP ബന്ധമുള്ള ആളാണെന്ന് തെളിവുകൾ സഹിതം ആരോപണം ഉന്നയിക്കുകയാണ്.